ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നൊരു ചെറിയൊരു റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാവുന്നൊരു ചാനലാണ് സിനിമ എന്ന് പറയുന്നൊരു ചാനൽ. അപ്പോൾ അതിനകത്തൊരു ആൾ വന്നിരുന്നിട്ട് ഇതിൻ്റെ കളക്ഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സിനിമകളുടെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. പുള്ളി ഒരു മോഹൻലാൽ ഫാൻ എന്നതിലുപരി പുള്ളി മോഹൻലാലിന് വേണ്ടി എന്തും ചെയ്യുന്ന അല്ലെങ്കിൽ മോഹൻലാലിന് വേണ്ടി എന്തും പറയുന്ന ഒരാളാണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ തെളിഞ്ഞിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഇപ്പം ചെയ്യാൻ പോകുന്നത് അയാളുടെ വീഡിയോ ചെറിയൊരു റിയാക്ഷനാണ്. അപ്പം ഞാൻ ആ വീഡിയോ ഇതിൻ്റെ സൈഡിൽ പ്ലേ ചെയ്യുന്നതിന് പകരം ഞാൻ ഒരു മൊബൈലിൽ തന്നെ ആ വീഡിയോ കാണിച്ചു തരാം നിങ്ങൾക്ക്. എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പം ആ വീഡിയോ പ്ലേ ആക്കാം. ഒരു സെക്കൻഡ്. വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസത്തെയും ബോക്സ് ഓഫീസ് കണക്കുകളെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെല്ലാം തള്ളാണ് എന്ന് പറയാൻ വേണ്ടി മാത്രമായിട്ട് യൂട്യൂബ് ഓപ്പൺ ചെയ്ത കുറെ മഹാന്മാരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഇന്നലെ പുള്ളി പറയുന്ന കളക്ഷന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ തള്ളാണെന്നാണ് പറയുന്നതെന്നാണ് പുള്ളി പറയുന്നത്. നമ്മൾ ആരും എമ്പുരാന്റെ കളക്ഷനെ കുറിച്ച് കളക്ഷൻ തള്ളാണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. അവർ പറയുന്നതെല്ലാം നമ്മൾ വിശ്വസിക്കുകയായിരുന്നു എല്ലാവരും. പിന്നെ ഇനി അടുത്ത് കേൾക്കാം. വീഡിയോയിൽ പോലും തുടരും എന്ന് പറയുന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കണക്കുകളിട്ട ഇന്നലത്തെ വീഡിയോയിൽ പോലും എമ്പുരാന്റെ കണക്ക് നീ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കണക്ക് ചോദ്യം ഉണ്ടായിരുന്നു. 300 കോടി ബഡ്ജറ്റ് വന്ന എമ്പുരാൻ എത്ര കിട്ടിയാലാണ് ലാഭം നേടുക എന്നൊക്കെ ഉള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഈ 300 കോടി എന്നൊക്കെ ആരാണ് 300 കോടി എന്ന് പറഞ്ഞത്? ആരും പറഞ്ഞിട്ടില്ല. അവരുടെ പ്രൊഡ്യൂസറിൽ ഒരാളായ നമ്മുടെ ഗോപാലഞ്ചേരനാണ് 180 കോടിയും ടാക്സും GSTയും പ്രൊമോഷൻ എന്നൊക്കെ പുള്ളിയാണ് പറഞ്ഞത്. ഇപ്പം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ 175 കോടി എന്ന് പറഞ്ഞാൽ നമ്മളത് വിശ്വസിച്ചു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അവരാണ് പറയേണ്ടത്. ഇപ്പം അവർ പറഞ്ഞു, നമ്മൾ വിശ്വസിച്ചു. നേരത്തെ ആരും പറഞ്ഞില്ല. അതിന്റെ പ്രൊഡ്യൂസറിന്റെ കോ പ്രൊഡ്യൂസർ തന്നെ പറഞ്ഞു. അപ്പോൾ നമ്മൾ അവർ ആ വാക്ക് വിശ്വസിച്ചു. ഇനി അടുത്ത് കേൾക്കാം. കൃത്യമായിട്ടുള്ള അഭിപ്രായം ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു, മീൻസ് ആ സമയത്ത് പ്രൊഡ്യൂസർ അസോസിയേഷൻ തന്നെ പറഞ്ഞിരുന്നു 144 കോടി രൂപ ആ സിനിമയ്ക്ക് പ്രൊമോഷൻ കൂടാതെ തന്നെ ബഡ്ജറ്റ് വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. ഇപ്പോൾ അതുപോലെ തന്നെ 144 കോടി രൂപ പ്രൊമോഷൻ കൂടാതെ അതിന്റെ ബഡ്ജറ്റ് വന്നു എന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന്. ഇപ്പൊ പ്രൊമോഷൻ കൂടിയപ്പോൾ 175 കോടിയായി. അതായത് 30 കോടി രൂപയിൽ മുകളിൽ പ്രൊമോഷൻ നടത്തി എമ്പുരാൻ എന്നാണ് പുള്ളി പറയുന്നത്. സാധാരണ ഒരു മലയാള സിനിമ പിടിക്കുന്ന പൈസ ഇതിന്റെ പ്രൊമോഷന് വേണ്ടി ചെലവാക്കിയതാണ് പുള്ളി പറയുന്നത്. അത് ഏതൊക്കെ കണക്കിലാണെന്ന് നമുക്ക് അറിഞ്ഞൂടെ. പ്രൊമോഷന് വേണ്ടി 30 കോടി രൂപ മുടക്കിയത് ഇങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞു. അടുത്തിട്ട് നോക്കാം. ഇവിടെ ഉണ്ട്. ഞാൻ അതിനെ കുറിച്ചാണ് ഇപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രൊഡ്യൂസർ അസോസിയേഷൻ അല്പം നേരം മുമ്പ് കഴിഞ്ഞ മാസത്തെ വിജയപരാജയങ്ങളെ കുറിച്ചുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു വാർത്താ സമ്മേളനം നടത്തുകയുണ്ടായി. നിങ്ങൾ അത് കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. കണ്ടു നോക്കുക. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്, എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ മാത്രമാണ് കഴിഞ്ഞ മാസം റിലീസ് ചെയ്ത 15 സിനിമകളിൽ ലാഭമായി വന്നിട്ടുള്ളത്. അവരങ്ങനെ പറഞ്ഞിട്ടില്ലെന്നുള്ള കാര്യം നമ്മൾ ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. എമ്പുരാൻ മാത്രമാണ് രക്ഷപ്പെട്ടതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും അവർ പറഞ്ഞത് 5 ദിവസത്തെ കണക്ക് മാത്രമാണ് അതിനകത്ത് വെളിവിട്ടിട്ടുള്ളത്. അതായത് 24 കോടി രൂപ ഷെയർ ലഭിച്ചു എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ എമ്പുരാൻ എത്ര കോടി നേടിയെന്നോ ടോട്ടൽ എത്ര കോടി നേടിയെന്നോ അവർ പറഞ്ഞിട്ടില്ല. എമ്പുരാൻ മാത്രമാണ് ഇതിനകത്ത് രക്ഷപ്പെടുക. അവർ ആദ്യത്തെ 5 ദിവസത്തെ കണക്ക് മാത്രമേ അവർ വെളിവിട്ടിട്ടുള്ളൂ എന്ന് എല്ലാവർക്കും മനസ്സിലായ കാര്യമുള്ളൂ. ഇനി അടുത്ത പുള്ളി പറയുന്നത് കേട്ടോ. കഴിഞ്ഞ മാസം റിലീസ് ചെയ്ത സിനിമയുടെ ബഡ്ജറ്റും അതിനകത്ത് കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. എമ്പുരാന്റെ ബഡ്ജറ്റ് വന്നിരിക്കുന്നത് 175 കോടി 65 ലക്ഷം രൂപയാണ്. ഞാൻ അന്ന് പറഞ്ഞിരുന്നത് 144 കോടി രൂപ ബഡ്ജറ്റ് വന്നിട്ടുണ്ട് പ്രൊമോഷൻ ഇല്ലാതെ എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അത് ഞാനായിട്ട് പറഞ്ഞതല്ല, ഇതേ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തന്നെ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞാണ്. അത് വലിയ വിവാദമാവുകയും ചെയ്തതാണ്. അപ്പൊ അത് പുള്ളി സമ്മതിച്ചിട്ടുണ്ട്. 176 കോടി രൂപ ഇതിന്റെ ബഡ്ജറ്റ് വന്നെന്ന് പുള്ളി അവർ പറയുന്നത് വിശ്വസിക്കുന്നുണ്ട്. നമ്മളും അതേ വിശ്വസിക്കും. 175 കോടി രൂപ. ഇനി അടുത്ത് കേൾക്കാം. ഒരു സംഭവം ഇപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഡ്യൂസർ അസോസിയേഷൻസ് പറയുന്നത് അംഗീകരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. എന്ത് തന്നെയാലും ചിത്രം 176 കോടി രൂപയ്ക്ക് 176 കോടിയുടെ അടുത്ത് ബഡ്ജറ്റ് വന്നിട്ടുണ്ട്. മാത്രവുമല്ല കഴിഞ്ഞ മാസം റിലീസ് ചെയ്ത സിനിമകളിൽ അത് മാത്രമാണ് തിയേറ്റർ ലാഭം നേടിയിട്ടുള്ളൂ എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അയ്യോ, അത് ആരും പറഞ്ഞെന്നും കൂടെ ഒന്ന് പറയണം കേട്ടോ. 5 ദിവസത്തെ കളക്ഷൻ വെളിവിട്ടിട്ട് ആ 5 ദിവസത്തെ കാര്യമാണ് അവർ പറഞ്ഞത്. അല്ലാതെ ഈ തിയേറ്റർ ലാഭം നേടി ഈ പൊട്ടം പറഞ്ഞിട്ടുണ്ട് നേരത്തെ. സിനിമയുടെ പ്രോഫിറ്റ് നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കളക്ഷൻ എത്രയാണോ അതിന്റെ 1/3 പ്രൊഡ്യൂസറിന് കിട്ടുന്നത്. അതാണ് പ്രൊഡ്യൂസർ ഷെയർ, അതാണ് ലാഭമെന്ന്. ഇപ്പൊ പുള്ളി പറയുന്നത് തിയേറ്റർ ലാഭം നേടി 176 കോടി രൂപ എന്ന് പുള്ളി എന്നെ സമ്മതിക്കുന്നുണ്ട്. തിയേറ്റർ ലാഭം നേടണമെങ്കിൽ 176 കോടി രൂപ ഇങ്ങനെ കണക്ക് വെച്ച് നോക്കുമ്പോൾ തന്നെ ഏകദേശം 176 × 3 അതായത് എത്ര വരും? 17 × 3 എത്ര വരും? 17 34 41 510 കോടി രൂപ വേണം 176 കോടി രൂപയുടെ സിനിമ ലാഭത്തിലോട്ടെത്താൻ. അപ്പോൾ അത് നേടിയെന്നാണ് പുള്ളി പറയുന്നത്.
അത് കേരള പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞു. കേരളത്തിലെ കണക്ക് മാത്രമേ അവർ പറയണുള്ളൂ. ഇനി അടുത്ത് കേൾക്കാം. ഊഹിക്കുക, ഏത് വേണം വിശ്വസിക്കാനെന്നുള്ളത്. എന്തോ ഈ പൊട്ടനെ വിശ്വസിക്കരുത്, അത് മാത്രം പറയാം. വിജയിച്ച ഒരു സിനിമയെ നിങ്ങൾക്ക് പരാജയപ്പെട്ടു എന്ന് പറയാൻ സാധിക്കത്തില്ല. വീഡിയോ തെളിവ് ഉൾപ്പെടെ പുറത്തു വന്നത് നല്ല വീഡിയോ, ഇവന്റെ വീഡിയോയുടെ തെളിവ്. വിജയം മാത്രമല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം ഇത് സത്യമാണോ അല്ലെങ്കിൽ അംഗീകരിക്കാവുന്നതാണോ എന്ന്. അതല്ല, ഇനി നിങ്ങൾക്ക് പറയാം ആന്റണി പെരുമ്പാവൂർ പ്രൊഡ്യൂസർ അസോസിയേഷന് പൈസ കൊടുത്തിട്ട് അവരെ കൊണ്ടും തള്ളിച്ചു എന്ന് പറയാം. എന്തിനു നീ ഇത് ചെയ്യുന്നു? അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. എമ്പുരാൻ വിജയിച്ചു, വലിയ ഗംഭീരമായിട്ടുള്ള വിജയം തന്നെ നേടിയിട്ടുണ്ട്. അത് തിയേറ്റർ പ്രോഫിറ്റ് ആയെന്ന് പ്രൊഡ്യൂസേഴ്സ് തന്നെ പറയുന്നു. സിനിമയുടെ സാറ്റലൈറ്റിനെ കുറിച്ച് കുറെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ തിരക്കായതുകൊണ്ട് മാത്രമാണ് വീഡിയോ ചെയ്യാതിരുന്നത്. ചിത്രത്തിന്റെ സാറ്റലൈറ്റ് എന്നിട്ട് വ്യൂ പെർ അവർ എന്ന് പറയുന്ന വ്യൂ പെർ അവർ അല്ല, കാണുന്ന ആളുകൾക്ക് അനുസരിച്ച് പൈസ കൊടുക്കുന്ന ഒരു സിസ്റ്റം. അതിന് എന്താ ഇംഗ്ലീഷിലെന്തോ പേര് പറയും. എന്ന് പറയുന്ന വലിയ താരത്തിന് ദുൽഖർ സൽമാന്റെ ഒരു പരാജയ ചിത്രത്തിന്റെ OTT റൈറ്റ്സിനെ പോലും വെട്ടിക്കാൻ സാധിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കരച്ചിലൊക്കെ കാണാൻ സാധിച്ചിരുന്നു. ദുൽഖർ സൽമാന്റെ ആ റെക്കോർഡിന്റെ ഇരട്ടിയിലാണ്, അത് ഇരട്ടി തുകയ്ക്കാണ് OTT റൈറ്റ്സ്, ഇരട്ടി തുകയ്ക്കാണ് ദുൽഖർ സൽമാന്റെ കിങ് ഓഫ് കൊത്തേര ഇരട്ടി തുകയ്ക്കാണ് OTT റൈറ്റ്സ് പോയെന്ന് ഇയാൾ പറയുന്നു. അപ്പം 40 കോടി രൂപയാണ് കിങ് ഓഫ് കൊത്തേര OTT പ്ലസ് സാറ്റലൈറ്റ് റൈറ്റ്. അപ്പോൾ അതിന്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 80 കോടി രൂപ. അതാണ് എമ്പുരാൻ പോയെന്നാണ് ഈ മഹാൻ പറയുന്നത്. അത് നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ വിശ്വസിച്ചു. പക്ഷെ വിശ്വസിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ 325 കോടി രൂപയെന്ന് പൃഥ്വിരാജ് ഇട്ടതിനകത്ത് ഈ 80 കോടി രൂപ കുറയും. ഈ 80 കോടി രൂപ കുറയുമ്പോഴത്തേക്കും ബാക്കി എത്ര വരുമെന്ന് മാത്രം ആലോചിച്ചാൽ മതി. 240 കോടി. 175 കോടി രൂപ നേടിയ ഒരു ബഡ്ജറ്റുള്ള ഒരു സിനിമയ്ക്ക് 240 കോടി രൂപ കിട്ടിയാൽ അത് ലാഭമാവോ? ഒറ്റ വാക്ക് മാത്രം പറഞ്ഞാൽ മതി. ഇവൻ തന്നെ രണ്ടും പറയുന്നുണ്ട്. ഇവന്റെ ഈ വീഡിയോ തന്നെ ഇവൻ രണ്ടും പറയുന്നുണ്ട്. ഇനി അടുത്ത് ഇവന്റെ ലാസ്റ്റ് ഇവനറിയാം ഈ വീഡിയോ എങ്ങനെയായിരിക്കും ആൾക്കാർ സ്വീകരിക്കാൻ പോകുന്നത്. ഇനി അതും പറയുന്നു. ചാനൽ അവകാശം ഇല്ലാതെ OTT റൈറ്റ്സ് മാത്രം പോയിരിക്കുന്നത്. അപ്പോൾ അതൊരു ഈ പറഞ്ഞ കരഞ്ഞു തീർക്കൽ ടീമുകളുടെ ഒരു നിത്യകരച്ചിലിന്റെ ഒരു സംഭവം മാത്രമായിട്ട് വിലയിരുത്താൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നിങ്ങളുടെ ഓരോരുത്തരുടെയും തെരുവിളികൾ ഈ വീഡിയോയ്ക്ക് താഴെ വലിയ കാര്യമായിട്ട് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. അവനറിയാം ഈ വീഡിയോയ്ക്ക് അതായത് തെരുവിളികൾ മാത്രമേ വരുള്ളൂ. കാരണം ഇവ പറയുന്നത് അത്രയും പൊട്ടത്തെറ്റുകളാണെന്നുള്ള കാര്യം എല്ലാ ചോറ് തിന്നുന്ന മലയാളികൾക്ക് മനസ്സിലാവും. ഏത് മോഹൻലാൽ ഫാനായിക്കോട്ടെ, മമ്മൂട്ടി ഫാനായിക്കോട്ടെ, സത്യസന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കും. നമ്മൾ എമ്പുരാന്റെ എല്ലാ കാര്യങ്ങളും വിശ്വസിച്ചിട്ടുണ്ട്. എമ്പുരാന്റെ ബഡ്ജറ്റ് 175 കോടി രൂപ എന്ന് പറയുന്നത് ഇപ്പോൾ വിശ്വസിച്ചു. അതിന്റെ കളക്ഷൻ 325 കോടി രൂപ എന്ന് പൃഥ്വിരാജ് പറഞ്ഞത്, മൊത്തം ബിസിനസ് 325 കോടി രൂപ എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിച്ചു. നമ്മൾ ആ കണക്ക് വെച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. പിന്നെ ഇവ എന്ത് കണക്കിന്റെ അല്ലെങ്കിൽ ഇവ എപ്പോഴും പറയും ഇത്ര കോടി നേടി, അതിൽ ഇത്ര ഷെയർ, ഇത്ര ടാക്സ്, പ്രൊഡ്യൂസറിന് ഇത്ര കിട്ടി, പ്രോഫിറ്റ് ആണോ? ആ കണക്ക് എന്തുകൊണ്ട് അവൻ പറയുന്നില്ല? അവനെ അറിഞ്ഞൂടാ. ഇവ ഒരു പൊട്ടൻ, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിലാണ്. നന്ദി, നമസ്കാരം.